എന്തിനാണോ ഈ മലയാളികൾ യു കെ എന്ന് പറയാൻ നേരത്ത് ഓടിപ്പോകുന്നത്? ആ യു കെയിലെ കാര്യങ്ങളൊക്കെ വല്ലതും അറിഞ്ഞിട്ടാണ് ഈ ഓടിപ്പോകുന്നത്. സത്യം പറയട്ടെ, യു കെയിൽ അടിപൊളി ടോപ്പോഗ്രഫിയാണ്, അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ വെതറും ഒക്കെ അടിപൊളിയാണ്. വല്ലപ്പോഴും വെക്കേഷൻ പോകാൻ മാത്രം പറ്റുന്നൊരു സ്ഥലമാണ് ഈ യു കെ. പക്ഷേ ഈ ആൾക്കാർ എന്തിനാണോ കാശുണ്ടാക്കണമെന്നൊരു മൈൻഡ് സെറ്റുമായിട്ട് യു കെ പോകുന്നതെന്ന് അറിയത്തില്ല. വേറൊന്നുമല്ല, അവിടുത്തെ ഗവൺമെൻറ് തന്നെ സ്ട്രഗിൾ ചെയ്യുവാണ്. ഇത്രയും കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് നയിക്കുന്ന ഒരു രാജ്യത്ത് ആൾക്കാർ എന്തിനാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെക്കാട്ടി ബെറ്റർ ഓപ്ഷനാണ് എന്തുകൊണ്ടും ദുബായ്. വേറൊന്നുമല്ല, നാട്ടിൽ നിന്ന് 3-3.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താം. യു കെയിലൊക്കെ പോയി കിടക്കുന്ന 5-6 വർഷം അവിടെ കിടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. വേറൊന്നുമല്ല, ഒന്ന് ടിക്കറ്റ് എടുത്ത് ഫാമിലി ആയിട്ട് നമ്മുടെ നാട്ടിലോട്ട് പോകണമെങ്കിൽ മിനിമം 2-3 ലക്ഷം ചിലവാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. സ്റ്റിൽ നിങ്ങൾ കാശ് ഉണ്ടാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ മേ ബി ഉണ്ടാക്കാം, മേ ബി ഉണ്ടാക്കാതിരിക്കാം. അവിടെ പട്ടിണി കിടക്കുന്ന ആൾക്കാരെ വരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. വെറുതെ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ഒന്നുമല്ല, കാശ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ, അവിടെ കാശ് ഉണ്ടാക്കി ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഓൾറെഡി അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഇപ്പം തന്നെ റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ കാണാം, യു കെ എന്നാണ് ഏറ്റവും കൂടുതൽ മില്യനേഴ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അവിടുത്തെ ഗവൺമെൻറ് കറക്റ്റഡ് ആണ്. അവിടെ വെറുതെ കാശ് നിങ്ങൾ നഷ്ടപ്പെടുത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് യു കെന്ന് മൂവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി എനിക്കും അറിയത്തില്ല, ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ.